പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കി അവന്റെ മനസ്സ് നാശാക്കിയോന്ന് അറിയില്ലല്ലോ. ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ആ എനിക്കെങ്ങനെ അറിയാം? നിങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ അർത്ഥവും പ്രയോജനം എന്താണെന്ന് ദൈവത്തിന് പോലും അറിയില്ലല്ലോ. അമ്മേ വേണ്ട, ഒന്നും രണ്ടും പറഞ്ഞ് നീ ഇനി വഴക്കിടാൻ നിൽക്കണ്ട. ഒന്നാമത് അമ്മ ആകെ ടെൻഷനില്ല. അത് അമ്മയ്ക്ക് വേറെ പണിയില്ലഞ്ഞിട്ടാ. ദുർഗ ഇവിടെ പാതിരാത്രിക്ക് മീറ്റിംഗ് ആണ്, ചാറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് പബ്ബിലും പാർക്കിലും ഒക്കെ പോയിട്ട് വരുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. അതിന് ടെൻഷനും ഇല്ല, നാണക്കേടും ഇല്ല. പ്രായമായ ഒരു ആൺകൊച്ച് ഒരു അരമണിക്കൂർ താമസിച്ച ടെൻഷനാണ്. ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനമ്മേ? എനിക്കൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആ സ്വപ്നം കണ്ടതു മുതൽ മനസ്സിനൊരു ഭാരം. അവനെ വളർത്തി ഇത്രയാക്കിയത് ഞാനും കൂടിയല്ലേ. ഗൗതം ദേവിനെ കുറിച്ച് ഇന്ദിര ടിവിയിൽ വന്ന വാർത്ത വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പോലീസ് പെൺകുട്ടിക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു മോളെ? ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടാ ആ വാർത്ത കൊടുക്കാൻ സമ്മതിച്ചത്. ആ പെൺകുട്ടി പറഞ്ഞൊക്കെ സത്യമാണെന്ന് എഡിറ്റർ ഉറപ്പിച്ചു പറഞ്ഞതായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നാട്ടുകാർ ചീത്തവിളി തുടങ്ങിയിട്ടുണ്ട്. ഗൗതം ദേവിനെതിരെ ആരോപണം വന്നതിനെ തുടർന്ന് സ്പെഷ്യൽ പോലീസ് ടീം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കാര്യങ്ങൾ അറസ്റ്റിലേക്ക് എത്തുമെന്ന അവസ്ഥയിലാണ്. സ്വതന്ത്ര ജേർണലിസ്റ്റായ ശ്രീ സഞ്ജയുടെ സ്വന്തം സോഷ്യൽ മീഡിയ ചാനലിലൂടെയാണ് പെൺകുട്ടിയുടെ കുറ്റസമ്മതം അപ്ലോഡായത്. ഇതിനകം ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം സഞ്ജയുടെ പണിയായിരുന്നോ? അപ്പൊ അവൻ തന്നെയായിരിക്കും ആ പെണ്ണിനെ ചാനലിലേക്ക് പറഞ്ഞു വിട്ടത്. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഗൗതം ദേവിനെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത്? സതീഷ് പറഞ്ഞിട്ടാ. ഗൗതം സാറിന്റെ കൂടെ കുറെ കാലം സതീഷ് ഉണ്ടായിരുന്നു. പിന്നെ സതീഷ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണം ഗൗതം സാർ സതീഷിനെ പറഞ്ഞു വിട്ടു. ആ വൈരാഗ്യത്തിനാണോ ഇപ്പൊ ഇങ്ങനെ ചെയ്തത്? അല്ല, സതീഷിന് ഇപ്പോ വലിയൊരു തുക ആവശ്യമായിട്ട് വന്നു. അത് കിട്ടാൻ വേണ്ടി ഗൗതം സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാ സതീഷ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. സത്യത്തിൽ നിങ്ങളുടെ കുട്ടിയുടെ അച്ഛൻ ആരാണ്? സതീഷാണ്. ഇപ്പൊ ഈ കുറ്റം ഏറ്റുപറയാൻ കാരണം? ഗൗതം സാറ് പണം തരില്ലെന്ന് ഉറപ്പായപ്പോ സതീഷ് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അയാള് ഞങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോവുകയാ ഉണ്ടായത്. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാ സതീഷ്. ഇനിയും ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ ഗൗതം സാറിനെ അത് വല്ലാതെ ബാധിക്കും. ഗൗതം സാർ ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ല. ഇന്റർവ്യൂ പുറത്തു വന്നതോടെ സതീഷ് എന്നയാൾ ഒളിവിലാണ്. ഇതിപ്പോ സഞ്ജയ് സത്യം വെളിക്കൊണ്ടുവന്നതല്ലേ? ഇതെങ്ങനെ സഞ്ജയ് നമ്മളോട് ചെയ്തതാവും? ഓ, എന്റെ ചേച്ചി ഇതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇതൊക്കെ ഇവർ ഒരുമിച്ച് പ്ലാൻ ചെയ്താണെങ്കിലോ? ഹലോ, ഞാൻ കണ്ടു. അതെ, ഗൗതം അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമുക്ക് അപ്പോഴേ അറിയായിരുന്നു. ഇതൊക്കെ ചാനലുകാരുടെ പരിപാടിയല്ലേ? ഇനി എങ്ങനെ നാട്ടുകാരോട് സമാധാനം പറയും? കൊറേ നാളത്തേക്ക് ഇനി പുറത്തിറങ്ങണ്ടെന്ന് വെക്കാം. അല്ലാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഇവിടെ അതല്ലല്ലോ അവസ്ഥ. നിങ്ങൾ പൂർണിമയുടെ ചെറിയച്ഛനാ. പക്ഷെ അത് വെറും പേരില് മാത്രമാണ്. ചാനലിലെ ഒരു സ്റ്റാഫിന്റെ വില പോലും നിങ്ങൾക്ക് അവള് തരുന്നുണ്ടോ? വീട്ടിലും അവളുടെ ഭരണം തന്നെയാ. എല്ലാം അവളുടെ ഇഷ്ടത്തിനല്ലേ നടക്കൂ. കൊള്ളാം. രണ്ടുപേരും മുറിക്കകത്ത് കയറിയിരിക്കുവാണോ? കണ്ടല്ലോ, മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇവർക്ക് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം? അതെല്ലാം വിട്. ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് ചൊറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? മനുഷ്യരല്ലേ, തെറ്റുകൾ ആർക്കും സംഭവിക്കും. അവരിത് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ ചെയ്തത്. സത്യം അറിഞ്ഞപ്പോ തന്നെ പൂർണ്ണിമ ചെന്ന് മാപ്പ് പറഞ്ഞില്ലേ? വലിയ കാര്യമായിപ്പോയി. മണിക്കൂറുകളോളം ഒരു മനുഷ്യനെ ഏറി നിർത്തിയിട്ട് മാപ്പ് പറഞ്ഞ തീരുവോ? അല്ല, അവൾക്കത് കിട്ടണം. എന്തൊരു അഹങ്കാരമായിരുന്നു. എല്ലാം പൂർണിമ പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ. ഇടുന്ന ഡ്രസ്സ് വരെ ഏതാന്ന് അവള് തീരുമാനിക്കും. അതൊന്ന് ചോദിച്ചേന്, അച്ഛൻ വരെ എന്നെ തല്ലിയില്ലേ? അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാ അവൾക്കൊരു പണി കിട്ടണോന്ന്. സത്യം പറയാലോ, എനിക്കിപ്പോ സന്തോഷമായി. പുറത്തിറങ്ങുമ്പോ 4 തെറി കേൾക്കേണ്ടി വന്നാലും ഞാനങ്ങ് സഹിക്കും. നിനക്കിത് എന്താ പല്ലവി? ഒരു പ്രശ്നം വരുമ്പോ അത് നമ്മളെ എല്ലാരെയും ബാധിക്കുമെന്ന് നിനക്കറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. എന്നാലും ഇനി തലേ കയറാൻ വരുമ്പോ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ ഒരു കാരണം വീണ് കിട്ടിയല്ലോ, എനിക്കത് മതി.
മോളെ എടീ പല്ലവി, പൂർണിമ അടുത്തുള്ള അവളുടെ ദേഷ്യം കണ്ട. കുയിലിന്റെ കുഞ്ഞിനെ കൂവാൻ പഠിപ്പിക്കണം. ഓ ഉം. ഹലോ, ഞാൻ വരുന്നേ. അബി, നീ ഇതെവിടെ പോവാ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ. എന്നെ കൂട്ടാൻ എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അതിന് ഏ നിന്റെ ഈ രീതികൾ ശരിയല്ലെന്ന്, ഇത്തരം പരിപാടികൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ എന്താ ഈ വീടിന്റെ അകത്ത് വെറുതെ ഇരിക്കണോ? അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നിന്റെ പെരുമാറ്റത്തിൽ കുഴപ്പങ്ങൾ കണ്ടു തുടങ്ങിയത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്? എന്റെ മുത്തശ്ശി എനിക്ക് കുഴപ്പമില്ല. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. ഹലോ എടാ, ഞാൻ എന്താ വരുന്നത്. അവിടെ നിൽക്ക് അബി. എന്തുവാണ് ഇത്ര താമസം? ഓ എടാ, സോറി. മുത്തശ്ശി ചായ. അബി, ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവനെ വിളിക്കാൻ വന്ന ഏതോ ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്. അതെന്താ അവൻ അങ്ങനെ ചെയ്തേ? ആ അവൻ കട്ടാക്കി മുത്തശ്ശി. അവനിതെന്താ പറ്റിയേ? ഇങ്ങ് വരട്ടെ, നമുക്കൊന്നുകൂടെ സംസാരിക്കാം. ഉം.